നല്ല ഒന്നാന്തരം നല്ല എണ്ണയാണ്. നല്ല എണ്ണ ഇവരൊക്കെ ഉപയോഗിച്ച ഞങ്ങളൊക്കെ ഉപയോഗിച്ചോണ്ട് ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് അമ്മയൊക്കെ ഈ ഡോക്ടറിനെ പോയി കാണുന്നത്, നമ്മുടെ ഈ പറഞ്ഞ മാല ഡോക്ടറിനെ കാണുന്നത്. ഈ എണ്ണയുടെ പേരെന്താന്നാ പറഞ്ഞേ? അസ്ഥി വജ്ര തൈലം. അസ്ഥി വജ്രം പോലെ തിളങ്ങും അല്ലേ? അതായിരിക്കും വജ്രം പോലെ കരുത്ത്. കരുത്താ. സോ തിളങ്ങുന്നല്ല, കരുത്താകും എന്ന് പറഞ്ഞത്. അപ്പച്ചൻ ഉപയോഗിച്ച ആ എണ്ണ മാത്രം അല്ലേ? ആ എണ്ണ മാത്രം തേച്ചിട്ട് സംഭവം ഫുള്ള് മാറി അല്ലേ? പറ്റത്തില്ലായിരുന്നു. ഇപ്പൊ കയറി പോകാൻ പറ്റും. കയറി പോകട്ടു. ഇത് ഇപ്പൊ നോക്കിയാൽ കാണാൻ പറ്റും, ഒരു പർപ്പിൾ നിറമാണിത്. കണ്ടാ, ഒരു പർപ്പിൾ നിറം. പക്ഷെ നമ്മൾ മാറ്റിയാൽ നല്ല ബ്ലാക്ക് വരും അല്ലേ? പക്ഷേ അതും കഴിഞ്ഞിട്ട് മറ്റൊരു കാര്യമുണ്ട്, നമ്മളിത് കയ്യിലേക്ക് എടുക്കുന്ന സമയത്ത് ഇതൊരു നീല നിറമാണ്. ഡോക്ടറെ, ഇതെന്താ സംഭവം? എന്താണിത്? ഇത് ഫുള്ള് ചങ്ങലംപരണ്ട ആണല്ലോ. അതെ, ഇത് ഫുള്ള് ചങ്ങലംപരണ്ട നമ്മൾ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്താ സംഭവം? എന്താ ഉണ്ടാക്കാൻ പോണ? എന്താണിത്? നമ്മളൊരു എണ്ണ ഉണ്ടാക്കാൻ പോവാണ് ഇത് ഉപയോഗിച്ചിട്ട്. എണ്ണ? ചങ്ങലംപരനുള്ള എണ്ണയാ? ചങ്ങലംപരണ്ട എണ്ണയല്ല, നമ്മൾ വേറൊരു എണ്ണയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചങ്ങലംപരണ്ടയും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കുറച്ച് ഔഷധ സസ്യങ്ങളും ചേർത്ത് ഉണ്ടാക്കുന്നൊരു എണ്ണ. അതായത് എനിക്ക് തോന്നുന്നത് ഇതൊരു പെയിൻ കെയർ ഓയിൽ ആയിരിക്കും അല്ലേ? അതെ. ഈ ഒരു ചങ്ങലംപരണ്ട സസ്യം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതുപോലെ ഇങ്ങനെ ജോയിന്റുകൾ കണ്ടോ? നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ജോയിന്റുകൾ പോലെ തന്നെ ജോയിന്റുകൾ കാണിക്കുന്ന ഒരു സസ്യമാണ് ചങ്ങലംപരണ്ട. അപ്പം നമ്മുടെ ജോയിന്റുകൾക്ക് ഉണ്ടാകുന്ന തേയ്മാനം, അതുപോലെ തന്നെ എല്ലാം ഒടിഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കൂടിച്ചേരാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സസ്യമാണ് ചങ്ങലംപരണ്ട. ഓക്കെ, ആ ചങ്ങലംപരണ്ട കൊണ്ടുണ്ടാക്കുന്ന മറ്റ് ഇൻഗ്രീഡിയൻസ് ചേർന്ന എണ്ണ. അപ്പൊ ഇതിന്റെ പ്രൊഡക്ഷൻ എവിടെ നടക്കണേ? പ്രൊഡക്ഷൻ നമുക്ക് ഇവിടെ അകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എണ്ണ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന് സ്ഥിരം പ്രോസസിംഗ് ആണ്. അതെ, ഇത് കുറെ അധികം ഉണ്ടല്ലോ സാധനം. അതെ, നമ്മള് ബൾക്കായിട്ട് ഇപ്പം ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണല്ലേ? അപ്പൊ അകത്ത് കയറി കാണാൻ പറ്റും അല്ലേ? ഓക്കെ, ബാ നമുക്ക് അകത്ത് കയറി അതൊന്ന് ഉണ്ടാക്കണം. ഇത് അരിഞ്ഞോണ്ടിരിക്കുകയാണ് ഫുള്ള്. അപ്പൊ ഇത് ഇത്ര ചെറുതായിട്ടാണ് അരിയുന്ന ഈ സാധനം? ചെറുതായിട്ട് അതിന്റെ പൾപ്പാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ എണ്ണ ഉണ്ടാക്കാനായിട്ട്. ഓക്കെ, കഴുകണമെന്നിരിക്കുകയാണല്ലേ? പൾപ്പാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ചങ്ങലംപരണ്ടയാണ് നമ്മുടെ ഒരു മെയിൻ കണ്ടന്റ് അല്ലേ? അല്ലേ? അതിനോടൊപ്പം തന്നെ ഇവിടെ എന്താ സാധനം? ഇതിന്റെ ഒരു തേങ്ങക്കകത്തിരിപ്പുള്ള എന്ത് സംഭവമാണത്? തേങ്ങക്കകത്തിരിക്കുന്ന സാധനം വളരെ അപൂർവമായിട്ടുള്ള ഒരു സസ്യമാണ്. എല്ലൊടിയൻ എന്ന് പറയുന്ന സസ്യമാണ്. എല്ലൊടിയൻ? അതെ, എല്ലൊടിയൻ എന്ന് പറയുന്ന സസ്യം. അപ്പം ഇത് നമുക്ക് ഭൂമിയിൽ സാധാരണ രീതിയിൽ നട്ടുപിടിപ്പിക്കുന്ന സസ്യമല്ല. നമ്മൾ ഇതുപോലെ ഒരു പൊതുമ്പിന്റെ അകത്ത് നമ്മളിങ്ങനെ മരത്തിൽ വെച്ച് കെട്ടി അവിടെ നിന്നാണ് ഇത് വളരുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ കൃഷിയുണ്ടോ? കൃഷിയുണ്ട്. ഡോക്ടറിന് ഇത് കൃഷിയുണ്ടോ ഓൾറെഡി അല്ലേ? നമുക്കിത് ആവശ്യം കൂടുതലായിരുന്നു നമ്മൾ ചെയ്യുന്നത്. എല്ലൊടിയൻ, ഈ എല്ലൊടിയനും പിന്നെ ചങ്ങലംപരണ്ടയും, പിന്നെ അതുപോലെ തന്നെ മറ്റേ ഞരമ്പുവള്ളി എന്ന് പറയുന്ന സസ്യം. ഞരമ്പുവള്ളി അതെന്തിനുള്ളതാണ്? അത് ശരിക്കും നമ്മുടെ ഞരമ്പിന്റെ പ്രവർത്തനം നല്ലതാവാൻ. ചില ആൾക്കാർക്ക് നടുവേനൊക്കെ ഇങ്ങനെ ഈ ഒരു നമ്മുടെ ഡിസ്ക് ഇങ്ങനെ കംപ്രസ്ഡ് ആയിട്ടിരുന്നിട്ട് ഈ എന്താ പറയാ ഞരമ്പ് ഇങ്ങനെ കംപ്രസ്ഡ് ആയിട്ടിരുന്നിട്ട് ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം അതെല്ലാം നന്നായിട്ട് കുറയാൻ വേണ്ടിയിട്ട് ആ ഒരു ഞരമ്പുവള്ളി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യും. അങ്ങനെ കുറെ ഔഷധങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ നീർനാശിനി എന്ന് പറയുന്ന ഒരു സാധനം കൂടിയുണ്ട്. നീരുണ്ടെങ്കിൽ അത് നന്നായിട്ട് വലിച്ചെടുക്കാനായിട്ട്. നീർനാശിനി? അതെ. നമ്മുടെ അസ്ഥിയും അതുപോലെ തന്നെ എല്ലും അതുപോലെ തന്നെ നമ്മുടെ ഞരമ്പും, ഇത് മൂന്നുമാണ് നമുക്ക് ശരീരത്തിന് പെയിൻ ഉണ്ടാക്കുന്ന ഘടകങ്ങൾ. ഇത് മൂന്നിന്റെ സൊല്യൂഷനും നമ്മുടെ എണ്ണക്കകത്തുണ്ട് അല്ലേ? ഈ എണ്ണയുടെ പേരെന്താന്നാ പറഞ്ഞേ? അസ്ഥി വജ്ര തൈലം. അസ്ഥി വജ്ര തൈലം. അതിൽ തന്നെ ഉണ്ട് അസ്ഥി വജ്രം പോലെ തിളങ്ങും അല്ലേ? അതായിരിക്കും വജ്രം പോലെ കരുത്താ. സോ തിളങ്ങുന്നല്ല, കരുത്താകും എന്ന് പറഞ്ഞത്. ഈ പുറകിൽ നടന്നുകൊണ്ടിരിക്കുന്ന അത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അത് ബാ നമുക്ക് ആ പുറകിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഈ ഫുള്ള് കാണുന്ന എണ്ണയും ഈ പറയുന്ന എണ്ണയാണ്. ഇപ്പൊ ഇതെന്ത് എണ്ണ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ഈ സംഭവം നമ്മുടെ അസ്ഥി വജ്രതൈലാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അസ്ഥി വജ്രതൈലം. അസ്ഥി വജ്രതൈലം ഇതാണ് നമ്മൾ ഇപ്പൊ കണ്ട ഈ പറഞ്ഞ ചങ്ങലംപരണ്ടയും എല്ലൊടിയനും ഞരമ്പുവള്ളി. അത് മെയിൻ എല്ലാ സംഭവങ്ങളും അടങ്ങിയ ഒരു എണ്ണയാണ്. അതായത് ഞാൻ ചോദിക്കുന്നത്, എന്തൊക്കെ പ്രശ്നങ്ങളുള്ളവർക്കാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഞാൻ ഇപ്പം എല്ലിന് തേയ്മാനം, അല്ലെങ്കിൽ ഒടിവുണ്ടായവർ, അല്ലെങ്കിൽ എപ്പോഴും ഈ ബോഡി പെയിൻ ഉള്ളവർ, ഈ ഏത് കാറ്റഗറിയിലേക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത്? എല്ലാവർക്കും. അതായത് ശാരീരികമായിട്ട് വേദന സംബന്ധമായിട്ടുള്ള എല്ലാ സംഭവത്തിനും അടിപൊളി സാധനമാണ് ഈ അസ്ഥി വജ്ര തൈലം എന്ന് പറയുന്നത്. ഡോക്ടറെ, ഇത് നമ്മുടെ എണ്ണ ഉപയോഗിച്ച ആളാണല്ലേ? എന്തായിരുന്നു പ്രശ്നം? ഇദ്ദേഹത്തിന് വർഷങ്ങളായിട്ട് മുട്ടിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. തേയ്മാനം കാരണം ഇങ്ങനെ തീരെ നടക്കാൻ പറ്റുന്നില്ല. ചെറിയൊരു പടി ഒന്ന് കയറാൻ പോലും, ഒരു പടിയിൽ ഇങ്ങനെ കാല് വെക്കുമ്പോൾ തന്നെ വളരെ വേദന ഉള്ളൊരു പേഷ്യന്റ് ആയിരുന്നു ഈ നമ്മുടെ എണ്ണ ഉപയോഗിച്ചത്. അതായത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു എണ്ണ മാത്രം ഉപയോഗിച്ചിട്ട് ക്യൂർ ആയിട്ടുണ്ട്. അപ്പച്ചൻ എന്തായിരുന്നു അപ്പച്ചന്റെ പ്രശ്നം? എന്തായിരുന്നത്? എനിക്ക് നേരത്തെ പോലെ സ്റ്റെപ്പ് കയറാനും ബുദ്ധിമുട്ടായിരുന്നു, പാടായിരുന്നു, നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവരെ എണ്ണ തരട്ടിയ പിന്നെ എനിക്ക് സുഖമായിട്ട് കയറി ഇറങ്ങിയൊക്കെ ചെയ്യാവുന്ന ഒരു പ്രശ്നമില്ല. നമ്മൾ ഇത് ജമുണ്ട കയറ്റ നമുക്ക് കയ്യും തൊടാതെ ഒരു കുഴപ്പമില്ലാണ്ടാ ഒരു സ്മൂത്ത് ആയിട്ട് മുകളിലോട്ട് കയറാൻ പറ്റും. കാരണം അത്
അപ്പച്ചൻ ഉപയോഗിച്ച ആ എണ്ണ മാത്രം അല്ലേ? അതെ. ആ എണ്ണ മാത്രം തേച്ചിട്ട് ഈ സംഭവം ഫുള്ള് മാറി അല്ലേ? കയറാൻ പോലും പറ്റത്തില്ലായിരുന്നു. ഇപ്പൊ കയറിയാൽ പോകാൻ പറ്റും. കയറിപ്പോ അങ്ങോട്ട്. എത്ര വർഷമായി ഡോക്ടർ ഉണ്ടാക്കാൻ വേണ്ടത്? നമ്മുടെ ഫാർമസിയിൽ ഇത് വർഷങ്ങളായിട്ട്, ഒരു 15-ലേറെ വർഷങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു എണ്ണയാണ്. പിന്നെ അന്നെന്ന് പറയുമ്പോൾ നമുക്ക് പേഷ്യൻസിന് മാത്രമേ കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. കാരണം ഈ സസ്യങ്ങളെല്ലാം കുറച്ച് റെയർ ആണ്. ചങ്ങലമ്പരണ്ട കുറച്ചുകൂടെ അവൈലബിൾ ആണ്. പക്ഷേ യെല്ലുഡിയൻ എന്നൊക്കെ പറയുന്നത് കൃഷി ചെയ്യാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സസ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പം വിപണിയിലേക്ക് അവൈലബിൾ ആക്കിയത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മളൊരു 3.5 വർഷത്തോളം നമ്മൾ ഈ കൃഷി ചെയ്ത് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പാകത്തിലായപ്പോഴാണ് നമ്മളിത് വിപണിയിൽ ഇറക്കാൻ തുടങ്ങിയത്. കൈ ഒടിഞ്ഞതായിരുന്നു. അമ്മ കൈ ഒടിഞ്ഞാണോ അമ്മ? ഏത് കൈയാണ് ഒടിഞ്ഞത്? ഇടത് കൈ. ആ ഓക്കെ. എന്നിട്ട് അത് ആ തൈലം പുരട്ടിയപ്പം വേദന കുറവുണ്ട്. പിന്നെ ആ ഒടിവ് എല്ലാം മാറി. ഈ അപ്പൊ ഒടിവ് കഴിഞ്ഞിട്ട് ഒടിവിന് നമ്മ ഇത് മാത്രമേ തേച്ചുള്ളൂ? മരുന്ന് കഴിച്ചായിരുന്നു. അത് കഴിഞ്ഞ് വേദന ഉണ്ടായിരുന്നപ്പോ തേനും തേച്ചി അപ്പൊ പൂർണ്ണമായിട്ട് മാറി. ഇപ്പൊ അമ്മ അടുക്കള പണിയൊക്കെ ചെയ്യുന്നുണ്ട്? എല്ലാ പണിയും ചെയ്യുന്നുണ്ട്. ഒരു പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല. വിറക് വെട്ടി എടുക്കും, എല്ലാം ചെയ്യുന്നു. നല്ല ഒന്നാന്തരം നല്ല എണ്ണയാണ്. നല്ല എണ്ണ. ഇവരൊക്കെ ഉപയോഗിച്ച ഞങ്ങൾക്ക് ഉപയോഗിച്ചോണ്ട് ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. അമ്മയൊക്കെ ഈ ഡോക്ടറിനെ പോയി കാണുന്നത്, നമ്മുടെ ഈ പറഞ്ഞ മാല ഡോക്ടറിനെ കാണുന്നത്. മാല ഡോക്ടറിന്റെ അവിടെ പോയി കാണും അല്ലേ? ഫാർമസി പോയി കാണുമ്പോഴാണ് ഈ മരുന്ന് കൊടുക്കുന്നത്. ആ മരുന്ന് റിസൾട്ട് ആയി പറയുന്നത്. ഇവിടെ എണ്ണ അടപ്പമുള്ള ഇതെന്ത് എണ്ണയാണ് കിടക്കുന്നത്? ഇത് ചങ്ങലമ്പരണ്ടയുടെ എണ്ണയാണ്. ഓ, ചങ്ങലമ്പരന്റെ എണ്ണയും ഇതും നമ്മൾ ഈ പറഞ്ഞ പെയിൻ കെയർ ഓയിൽ ആയിട്ട് വരുന്നതല്ല ചങ്ങലമ്പര. ഇത് ചങ്ങലമ്പരണ്ട മാത്രമേ ഉള്ളൂ ഇതിന്റെ അകത്ത്. അതാണ് ഇതിന്റെ പ്രത്യേകത. അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? ഇവിടെ ഉണ്ടാക്കുന്നത് നീലക്കരിഞ്ജീരക ഓയിലാണ്. ഇതൊരു ഹെയർ ഓയിലാണ്. ഇതാണ് നീലക്കരിഞ്ജീരക ഹെയർ ഓയിൽ. നീലക്കരിഞ്ജീരക ഹെയർ ഓയിൽ എന്ന് വെച്ചാൽ ഇതിന്റെ കണ്ടന്റ് എന്താണ് മെയിൻ ആയിട്ട്? ഇതിൽ മെയിൻ കണ്ടന്റ് ആയിട്ട് വരുന്നത് കരിഞ്ജീരകം വരുന്നുണ്ട്, ത്രിഫല വരുന്നുണ്ട്, ജടാമാഞ്ചി, ഇരട്ടിമധുരം പോലെ ഒരു കൂട്ടം ദേശീയമായിട്ടുള്ള ഔഷധങ്ങളാണ്. മെയിൻ ആയിട്ട് ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇത് മെയിനായിട്ട് നമ്മൾ, അതായത് ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയർ മുതൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില കെമിക്കൽ പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. ഷാമ്പൂവും കണ്ടീഷനൊക്കെ നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ചിലരുടെ മുടി ഇങ്ങനെ കട്ടി കുറഞ്ഞ് പഞ്ഞി പോലെയൊക്കെ ആയി പോകാറുണ്ട്. അവിടെ മുതലുള്ള പ്രശ്നങ്ങൾക്ക് നമുക്കിത് ഉപയോഗിക്കാം. ഒരു 3 ഘട്ടമായിട്ടായിരിക്കും ഇതിൻ്റെ ഒരു പ്രയോജനം കിട്ടുക. അതായത് ഇപ്പം ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ, മുടി കൊഴിച്ചിലൊക്കെയുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ആ ഒരു പ്രശ്നങ്ങൾ ഇതിൻ്റെ റൂട്ടിൽ നിന്ന് തന്നെ അബ്സോർബായി പോയിട്ട് പെട്ടെന്ന് അത് കുറയ്ക്കും. അതിനുശേഷം ഒരു നാച്ചുറൽ ആയിട്ടുള്ള തിളക്കവും നമ്മുടെ മുടിയുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു നിറവും വീണ്ടെടുക്കാനായിട്ട് ഇത് സഹായിക്കും. ഇപ്പോൾ അകാല നിറമുള്ളവർക്കും നല്ലതാണിത്. പിന്നെ 3ാമത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് മുടിക്ക് നീളം പെട്ടെന്ന് കൂട്ടുന്ന ഒരു കഴിവും കൂടെ ഉള്ള നീളം കൂടും അല്ലേ? പെട്ടെന്ന് കൂടും. ഈ മുടിക്ക് നീട്ടില്ലാത്ത പെണ്ണുങ്ങൾക്ക് നല്ലതാണ്, പെട്ടെന്ന് നീളം കൂടും. പിന്നെ ഒരു കാര്യം, അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് പിന്നീട് പതുക്കെ നമുക്ക് ഈ ഒരു തിക്നെസ് വർദ്ധിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു 3-4 മാസം എന്ന് വെച്ചാൽ വളർന്നു വരണമല്ലോ, റൂട്ടിൽ നിന്ന് വളർന്നു വരണമല്ലോ. അപ്പൊ ഈ ഒരു 4 ഘട്ടങ്ങളിലായിട്ടാണ് ഈ ഒരു ഓയിലിന്റെ പ്രവർത്തനം നടക്കുന്നത്. ഇതിന്റെ നിറം നമുക്ക് കാണിച്ചു കൊടുക്കാം പ്രേക്ഷകർ അല്ലേ? അതെ, ഈ നീലക്കരിഞ്ജീരക എണ്ണ എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഒരു പേര് വരാനുള്ള ഒരു കാര്യം, ഒരു യെല്ലോ ടോൺ വരുന്നുണ്ട്. അല്ല, യെല്ലോ അല്ല, ഒരു പർപ്പിൾ അല്ലേ? ഒരു പർപ്പിൾ കളർ ആണല്ലേ ഇത്? അതെ. ആദ്യം നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഇതൊരു കറുത്ത എണ്ണ പോലെയാണ്. പക്ഷെ ഇത് നമ്മൾ ഇങ്ങനെ എടുത്ത് നോക്കുവാണെങ്കിൽ ഒരു പർപ്പിൾ നിറം വരും. പർപ്പിൾ നിറം. ഇത് കണ്ടോ, ഇങ്ങനെ ഇത് ഇപ്പൊ നോക്കിയാൽ കാണാൻ പറ്റും ഒരു പർപ്പിൾ നിറമാണിത്. കണ്ട, ഒരു പർപ്പിൾ നിറം. നമ്മൾ മാറ്റിയാൽ നല്ല ബ്ലാക്ക് വരും അല്ലേ? പക്ഷേ അതും കഴിഞ്ഞിട്ട് മറ്റൊരു കാര്യമുണ്ട്. നമ്മളിത് കയ്യിലേക്ക് എടുക്കുന്ന സമയത്ത് ഇതൊരു നീല നിറമാണ്. ഓ, ഇതൊന്നുമല്ല വരുന്നത്, വേറെ കളർ വരും. കയ്യിലേക്ക് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു നീല നിറമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഓയിലിന് നീലക്കരിഞ്ജീരക ഓയിൽ എന്ന് വരിക. കാരണം ഇതിന്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞാൽ മാത്രമേ, അതായത് തൈലഭാഗ വിധി പ്രകാരം നമ്മൾ ഇതിന്റെ പ്രിപ്പറേഷൻ കഴിയുമ്പോഴാണ് ഈ ഓയിലിന് ഈ ഒരു നിറം കിട്ടുന്നത് അല്ലേ? ഓക്കെ. അങ്ങനെ നമ്മളിപ്പോൾ 3 ടൈപ്പ് ഇത് നോക്കി കാണാം. ഇങ്ങനെ എണ്ണകൾ, പല ടൈപ്പുള്ള എണ്ണകളാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ടോട്ടൽ എത്ര പ്രൊഡക്റ്റാണ് ഉള്ളത്? ടോട്ടൽ ഒരുപാട് പ്രൊഡക്ട്സ്. നമുക്ക് ആ പ്രൊഡക്ട്സ് ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ ഡോക്ടറിന്റെ പ്രൊഡക്റ്റുകൾ ഈ കാണുന്ന മുഴുവൻ അല്ലേ? ഇപ്പൊ നമ്മൾ പറഞ്ഞ ആ വജ്രം അല്ലേ? എന്താണ്? അസ്ഥിവജ്ര തൈലമാണ് ഈ കാണുന്നത്. ഓക്കെ, ഇതാണ് ആ സംഭവം. ഇതാണ് നമ്മുടെ മിറൈക്കിളാണ് ഈ സാധനം. അതൊക്കെ നമ്മൾ എന്ത് പെയിൻ ഉണ്ടെങ്കിലും തേച്ചാൽ ഞൊടി ഇടികൊണ്ടാ സെക്കൻഡ്സ് കൊണ്ടാണ് നമുക്ക് അതിന്റെ റിലീഫ് ഫീൽ ചെയ്യുന്നത് അല്ലേ? അത്രയും അടിപൊളി ഒരു സംഭവമാണിത്. പിന്നെ ഇത് മൊത്തം നമ്മുടെ പ്രൊഡക്റ്റുകളാണ് അല്ലേ? ഇത് നീലക്കരിഞ്ജീരക ഓയിലാണ്. ഇതാണ് നമ്മൾ പല നിറം വരുന്ന ഓയിൽ അല്ലേ? നമ്മൾ മുടി വളരാനൊക്കെ ഉള്ള ഓയിൽ. ഇതെന്ത് സംഭവമാണിത്? ഇത് ചങ്ങലമ്പരണ്ടയുടെ എണ്ണയാണ്. നമ്മൾ സെപ്പറേറ്റ് അപ്പുറത്ത് കണ്ട ചങ്ങലമ്പരണ്ട എണ്ണ. ഇത് നമ്മൾ നേരത്തെ കണ്ട ഹെയർ ഡൈ ആണ്. ഇങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റ് അല്ലേ? ഇത് റോസ്മേരി വാട്ടർ ഉണ്ട്. റോസ്മേരിയുടെ ഹെയർ മിസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ
കരിമംഗല്യം പോലെയുള്ള പ്രശ്നങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫേസ് പാക്ക് ആണ്. അപ്പോൾ അതിന്റെ കൂടെ തന്നെ ഒരു കോമ്പിനേഷൻ ആയിട്ട് ഉപയോഗിക്കുന്ന മുഖവർണ്ണ തൈലം എന്ന് പറഞ്ഞിട്ട്. മുഖവർണ്ണ തൈലം, ഇത് രണ്ടും അല്ലേ മുഖത്തിന്റെ പാടുകളൊക്കെ മാറാൻ അല്ലേ? 40 വയസ്സ് കഴിയുമ്പോൾ മിക്കവർക്കും കരിമംഗല്യത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അവർക്ക് ഒരു കോമ്പിനേഷൻ ആയിട്ട് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ മതിയാവും. ഇത് നമ്മൾ ഷാമ്പു അല്ലേ? അതെ, ഹെർബൽ ഷാമ്പു ആണ്. ഹാംഫുൾ ആയിട്ടുള്ള ഒരു കെമിക്കൽസ് ഇല്ലാത്ത മൈൽഡ് ആയിട്ടുള്ള ഒരു ഹെർബൽ ഷാമ്പു ആണ്. ഇത് നമ്മുടെ കസ്തൂരി മഞ്ഞൾ, വൈറ്റ് വെറൈറ്റി കസ്തൂരി മഞ്ഞളാണ്. മഞ്ഞയല്ല, ഒറിജിനൽ ആയിട്ടുള്ള കസ്തൂരി മഞ്ഞളാണ് കേട്ടോ ഇത്. അങ്ങനെ കുറച്ചധികം പ്രൊഡക്റ്റ് ഉണ്ട്. അത് പുറത്ത് പറഞ്ഞാൽ ഒരുപാടുണ്ട് പരിചയപ്പെടുത്താൻ. അപ്പം നിങ്ങൾ ഈ താഴെക്കാണുന്ന നമ്പർ ഡോക്ടർ നമ്പറാണ്. ഡോക്ടർ ആശുപത്രി ഉണ്ട്, കൺസൾട്ടേഷൻ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ടും അല്ലേ, നമുക്ക് ഈ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടല്ല, നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഡോക്ടർ ചോദിക്കണമെന്നുണ്ടെങ്കിലും വിളിച്ചാൽ എടുക്കുമല്ലോ അല്ലേ? ഡോക്ടർ ധൈര്യത്തിൽ വിളിച്ചോ, അതിന്റെ കാര്യങ്ങൾ കൺസൾട്ടേഷൻ ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ വീണ്ടും മറ്റു വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.